കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്ര ഇന്നു മുതൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ജാഥ നയിക്കുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന കേരള യാത്ര വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വിവരങ്ങളുമായി റിയാസ് KMR നമുക്കൊപ്പമുണ്ട്. റിയാസ്, കേരള യാത്ര ഇന്നു മുതലാണ് ആരംഭിക്കുക. വിവരങ്ങൾ എങ്ങനെയാണ്? ഈ 2026 എന്ന് പറയുന്ന പുതുവർഷം ഒരുപക്ഷെ ഈ രാഷ്ട്രീയ യാത്രകളുടെയും മറ്റ് യാത്രകളുടെയും ഒക്കെ ഒരു വർഷമായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്കറിയാം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിനിടെയാണ് ഈ കേരള യാത്ര എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ വേറിട്ട രീതിയിൽ ഒരു കേരള യാത്ര എന്ന് പറഞ്ഞ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സുന്നി അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ പ്രസിഡന്റും കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള സുന്നി അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും ഒപ്പം തന്നെ ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന ഒരു കേരള യാത്ര. അദ്ദേഹം 3ാമത്തെ തവണയാണ് കേരള യാത്ര നയിക്കുന്നത്. കേരളം മുഴുവൻ അദ്ദേഹം ഈ ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ സന്ദേശം പകർന്നുകൊണ്ടുള്ള യാത്രകൾ നേരത്തെ നടത്തിയ വ്യക്തിത്വമാണ്, ഒരു പണ്ഡിതനാണ് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായി ഈ 3ാം തവണ അദ്ദേഹം കേരള യാത്ര നടത്തുമ്പോൾ മനുഷ്യർക്കൊപ്പം എന്നൊരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ ഈ കേരള യാത്ര നടത്തുന്നത്. ഉച്ചയ്ക്ക് 1:30 ഉള്ളാൾ ദർഗയിലുള്ള മക്കാം സന്ദർശിച്ച് അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ഇന്ന് ഇതിൻ്റെ പരിപാടികൾ തുടങ്ങുന്നത്. പിന്നീട് നേരെ കാസർഗോഡ് ചെർക്കളയിൽ നിന്നും ഈ യാത്ര ഈ കാന്തപുരം നയിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിട്ടുള്ള ഈ സുലൈമാൻ മുസ്ലിയാരാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കുന്നത്. ഈ സുലൈമാൻ മുസ്ലിയാരും കുമ്പോൽ ആറ്റക്കോയ തങ്ങളും കൂടിയിട്ടാണ് കാന്തപുരത്തിന് ഇതിൻ്റെ പതാക കൈമാറുക. അതിനുശേഷം നാളെ കണ്ണൂരിലാണ്, പിന്നീട് ഉള്ള 2 ദിവസങ്ങളിൽ കോഴിക്കോട്, 3-4 കോഴിക്കോടാണ്, 5-ന് വയനാട്ടിലാണ്, തുടർന്നുള്ള 2 ദിവസങ്ങളിൽ മലപ്പുറത്തും അങ്ങനെ വന്ന് 6-ന് തമിഴ്നാട് നീലഗിരിയിൽ ഒരു സ്നേഹയാത്രയൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 16-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് ഇതിൻ്റെ സമാപനം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ളവർ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു ഐക്യ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക. വിഭാഗീയതയുടെ ചിന്തകൾ സമൂഹത്തിൽ ഒരു വിഷവിത്തുകൾ പാകുന്ന ഒരു വേളയിൽ ഏറ്റവും നല്ലൊരു സന്ദേശം മനുഷ്യരെല്ലാം ഒന്നാണ് എന്നൊരു സന്ദേശം നൽകിക്കൊണ്ടാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം നേരത്തെയും 2 കേരള യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് സമസ്ത എന്ന് പറയുന്ന സുന്നി പണ്ഡിത സംഘടനയുടെ ഭാഗമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ഒരു സമസ്തയുണ്ട്. അതുകൂടാതെ കാന്തപുരം നയിക്കുന്ന മറ്റൊരു സമസ്തയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 സമസ്തകളുടെയും മാതൃസംഘടന 1926 രൂപീകൃതമായത്. അങ്ങനെ സമസ്തയുടെ 100ാം വാർഷികം നടക്കുന്ന വേളയിൽ കൂടിയാണ് ഈ കേരള യാത്ര കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാന്തപുരം നയിക്കുന്ന സമസ്തയുടെ ഈ 100ാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ കാന്തപുരം നയിക്കുന്ന സമസ്ത ഏത് രീതിയിലുള്ള ഒരു സമ്മേളനമായിരിക്കും സംഘടിപ്പിക്കുക എന്നതിൻ്റെ പ്രഖ്യാപനം ഇതിൻ്റെ അവസാനം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ നൽകുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യം ഈ ഉള്ളാൾ ദർഗയിൽ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടത്തി പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് കാസർഗോഡ് ചെർക്കളയുടെ മണ്ണിൽ നിന്നും സപ്തഭാഷ സംഗമഭൂമിയിൽ നിന്നും ആ യാത്ര തുടങ്ങി കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം വരെ ആ യാത്ര നീളും. വ്യക്തമാണ് റിയാസ്. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര ഇന്നാണ് ആരംഭിക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറാണ് ജാഥ നയിക്കുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.